എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചേട്ടൻ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്ക്. അത് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. വന്ന പാടെ നമ്മുടെ ബുള്ളറ്റ് കുറേ നാളായിട്ട് അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻ എന്ന് പറയുന്നത് കടവരാലാണ്. ചിലരൊക്കെ ഉലുവ മീൻ അങ്ങനെ എന്നൊക്കെ പറയിച്ചത് വലുതില്ലേ, വരാല് പോലത്തൊരു മീൻ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. ഇത് മേടിച്ചോണ്ട് വന്നിട്ട് വെട്ടിത്തരാമെന്നും പറഞ്ഞ ആൾ നിൽക്കുവാണ് കേട്ടോ. മീൻ കിട്ടുന്നതൊക്കെ അവിടെ കുറവാണ്. അപ്പം മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും മീനോടാണ് സ്പെഷ്യലായിട്ട് ഇഷ്ടം തോന്നുന്നത്. അപ്പം മീനൊക്കെ വെട്ടി തനിയെ എടുക്കുവാണ്. ഇത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ഓടാനൊക്കെ പോകും. അപ്പം വരുമ്പോൾ ഉള്ളൊരു ഷോട്ട് ഞാൻ എടുത്തതാണ്. നമ്മുടെ റൂബിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, പാവം അതിനെ ശ്രദ്ധിക്കുന്നില്ല, അവൾ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയൊക്കെ. അപ്പം റൂബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. റൂബിക്ക് ഞങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണ്. വല്ലപ്പോഴും ഒക്കെയാണ് നാട്ടിൽ വരുന്നതെങ്കിലും ആള് കാണുമ്പോൾ എല്ലാ പ്രാവശ്യം ഓർത്തിരിക്കും. ഭയങ്കര സ്നേഹവുമാണ്. ചേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ തെങ്ങിലാണെങ്കിൽ കാറ്റ് വീശിയപ്പോഴത്തേക്കും അതിൻ്റെ കൂമ്പ് ഒടിഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അത് സത്യം പറഞ്ഞാൽ ചെല്ലി വന്ന് കേട്ടോ, ചെല്ലി വന്നൊന്ന് കുത്തി നശിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനമൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞത്, ഇത്ര നാൾ നമ്മൾ സംരക്ഷിച്ചോണ്ട് പോയി ചെല്ലിയൊന്നും കയറാതെ. പക്ഷെ ഇപ്പം അങ്ങ് ഒത്തിരി ഒന്നും കയറിയില്ല, കയറി അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ കൂമ്പ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെത്തി കളയുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പും നമ്മുടെ ചാരമൊക്കെ ഇല്ലേ അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കിളിച്ച് വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. പിന്നെ ഇന്ന് മരുന്നൊഴിക്കണം നമുക്ക്. അല്ലെ പിന്നെ ഈ തെങ്ങ് ഫുള്ളായിട്ട് പോകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കിനി മരുന്നൊഴിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ചെല്ലി കയറി തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഉപ്പാണ് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും ഒക്കെ മേടിച്ച് ഇടണം. നമ്മളെന്തായാലും ആളെ വിളിപ്പിച്ച് മരുന്നൊഴിച്ച് അല്ലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ തെങ്ങ് തന്നെ പോയി കഴിഞ്ഞാൽ പണിയല്ലേ. ഇപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടത് കാര്യമായി. ആദ്യം നമ്മൾ വിചാരിച്ചത് വലിയൊരു കാറ്റ് വീശിയപ്പോഴത്തേക്കും അങ്ങനെ ഒടിഞ്ഞു വീണതോ വല്ലതൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പം ചെല്ലിയെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ചെല്ലി കയറിയതെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നശിപ്പിച്ചിട്ടിരിക്കുവാണല്ലോ. നമുക്ക് ഉപ്പും ചാരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മരുന്നടിക്കുന്ന ആളെ വിളിക്കണം. എന്നിട്ട് നമുക്ക് ശരിയാക്കി എടുക്കണം മൊത്തത്തിൽ. ഇതിപ്പോൾ ചാരമാണ് കേട്ടോ എറിഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ ചാരവും കൂടി ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. ചാരവും ഉപ്പും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ചാരവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ റൂബിയുടെ പറ്റിയുള്ള തെങ്ങാണ്. ഇതാണെങ്കിൽ മൊത്തം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതിന് റെഡി ആകത്തില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. ഇനി റെഡിയാവും തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓലയൊക്കെ വിട്ട് റൂബിയുടെ കൂടിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങാണ് എടുത്തത്. അവൾക്കാണെങ്കിൽ തണുപ്പ് തീരെ ഇഷ്ടമല്ല. എന്നാൽ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് കൂടെ അതിൻ്റെ പുറത്തോട്ട് ഈ ഓലയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുവാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ചേട്ടനാണെങ്കിൽ ആ ചെല്ലി ഉണ്ടോ എന്നൊക്കെ കയറി നോക്കും. 1-2 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെട്ടത്തിയൊക്കെ എടുത്ത് കൊടുത്തു. അവിടെ ആണെങ്കിൽ നമ്മുടെ ഓലയൊക്കെ വെട്ടി അങ്ങ് കളഞ്ഞാനായിട്ട്. ഇനി കിളിച്ച് വരുവാണെങ്കിൽ കിളിച്ച് വരട്ടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കട്ടെ. മരുന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി കിളിച്ച് വന്നിട്ട് ഒരു വട്ടം നമ്മൾ മരുന്നൊഴിച്ച് കൊടുത്തത് കേട്ടോ. പക്ഷെ പിന്നെ എന്താണെന്നറിയത്തില്ല, തെങ്ങ് അടിയിലേക്ക് പോയെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഇനി എല്ലാം വെട്ടി കളയുവാണ്. ഇപ്പം കൂട്ടിൽ കിടപ്പുണ്ട്. ദേവ ഇപ്പം നല്ല ഉറക്കമായതുകൊണ്ട്, രാവിലെ സമയമാണ്, ഉറക്കമായതുകൊണ്ട് അവൾ ഇറങ്ങുമ്പോഴാണ് ആകപ്പാട് മൊത്തത്തിൽ ബഹളവും ഇടിയും കടിയും എല്ലാം തുടങ്ങുന്നത്. പക്ഷെ ദേവ ഉറക്കമാണെങ്കിൽ കുഴപ്പമില്ല. അവൾ അല്ലാതിരിക്കുമ്പോഴാണ്, അവളെ കാണുമ്പോഴാണ് റൂബിക്ക് ഭയങ്കര ഇളക്കവും ഭയങ്കരമായിട്ട് അവൾ ഓടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ
അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റൂബിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. എങ്ങനെ കിളിച്ച് വരത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അവിടെ ഉള്ള ആ ഓലയെല്ലാം അങ്ങ് വെട്ടിക്കളയുവാണ്. അങ്ങനെ നമ്മുടെ ചെല്ലിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ റൂബി ആണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുവാണ് കേട്ടോ, എൻ്റെ മേത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു വടിയൊക്കെ ആയിട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ അവൾ എൻ്റെ മേത്ത് കയറി മറിയും. അപ്പോൾ ഒരു വീഡിയോക്കകത്ത് നമ്മൾ കണ്ടതല്ലേ അവൾ എൻ്റെ മേത്തോട്ട് മറിഞ്ഞ് എന്നെ ഉരുട്ടിയിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ ആണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരുത്തിക്കത്തില്ല കേട്ടോ. വരുത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, മൊത്തം എന്നെ കടിച്ച് കീറും. അതുകൊണ്ടാണെങ്കിൽ അവൾ മുറ്റത്ത് തന്നെ നിൽക്കും. പക്ഷേ ഇപ്പോൾ ദേവയില്ലാത്തതുകൊണ്ട് അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല ആൾ. ദേവ വരുമ്പോഴാണ് ആൾക്ക് ഭയങ്കര കുസൃതിയും അഹങ്കാരവും എല്ലാം കൂടെ കയറുന്നത്. പിന്നെ ഇവിടെ മൊത്തം ഓടി ചാടി മറിഞ്ഞ് രണ്ടുപേരും കൂടെ മൊത്തത്തിൽ ഇവിടെ നശിപ്പിക്കും. ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽപ്പുണ്ട് കേട്ടോ. ഞാനൊരു വടി എടുത്തിരിക്കുന്നുണ്ട്, ആൾ അടങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ദേവ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ദേവനെ എടുത്തോണ്ട് നിൽക്കുന്നപ്പോഴത്തേക്കും റൂബിക്ക് ദേഷ്യം വന്ന് ഓടിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചേട്ടനാണെങ്കിൽ അവിടെ എല്ലാം നമ്മുടെ റൂബിയുടെ മണ്ടയ്ക്ക് തുണിയൊക്കെ വിരിച്ചിട്ട് ഓലയൊക്കെ വിരിച്ചിടുന്നുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഓലയൊക്കെ വിരിച്ചിട്ട് റെഡിയാക്കുവാണ് ആള്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.